പെരുമ്പാവൂർ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ് ആദ്യം. കേസിലെ അന്വേഷണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നീങ്ങുകയാണ്. പ്രതികൾ 3 തവണയാണ് തായ്ലൻഡിൽ നിന്നും കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. കഞ്ചാവ് എങ്ങനെ വിമാനത്താവളത്തിന് പുറത്ത് കടത്തി എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണവും പരിശോധനയും നടക്കുകയാണ്. ഇതിനായി പ്രത്യേക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട്. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, ഈ എയർപോർട്ടിലേക്ക് അന്വേഷണം അയക്കുമ്പോൾ അതിന് കുറെ കൂടി ഗൗരവ സ്വഭാവം കൈവരികയാണെന്നല്ലോ. എങ്ങനെയാണ് പുറത്തേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സംശയിക്കുന്നുണ്ടോ? രതീഷ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വിദേശത്ത് നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്യാച്ചുകളിലൊന്നാണ് പെരുമ്പാവൂരിൽ നിന്ന് ഇത്രയധികം കിലോ, ഏതാണ്ട് 17 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ 17 കോടിയോളം രൂപ വില മതിക്കുന്നു എന്നതൊക്കെയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ തുകയ്ക്കുള്ള മൂല്യം വരുന്ന കഞ്ചാവ് എങ്ങനെ തായ്ലൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറികടന്ന് ഈ പ്രതികൾ എങ്ങനെ കഞ്ചാവുമായി പുറത്തു വന്നു എന്നത് കണ്ടെത്തേണ്ടതും അതിൻ്റെ ആ ചാനൽ അടയ്ക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോലീസ് പോകുന്നത്. സാധാരണയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ കൂടി കണ്ടെത്തി ഇപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് പോവുകയാണ്. അതിനിടയിൽ ഈ മാസം തന്നെയാണ് 3 തവണയായി തായ്ലൻഡിൽ നിന്ന് ഈ കഞ്ചാവ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ശേഖരിക്കാൻ കഴിയും. ഈ പ്രതികളുടെ വിമാനത്താവളത്തിലെ മൂവ്മെന്റുകൾ അടക്കം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മളെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെ ഇത്രയധികം കഞ്ചാവ് ഇവർ 3 തവണയായി കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ വിള്ളൽ എവിടെയാണ് എന്നത് കണ്ടെത്തുകയും ആ വിള്ളൽ അടയ്ക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലാണോ ഈ പ്രതികളുടെ ഓപ്പറേഷൻ എന്നത് കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എറണാകുളം റൂറൽ പോലീസ് ഇക്കാര്യത്തിൽ പോകുന്നത്. പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ DIG തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിന്റെ പൂർണ്ണമായ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഇന്നുമായി 4 പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 3 പേർ ഈ കഞ്ചാവ് വിദേശത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. അതിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം അതിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ സോഴ്സിലേക്ക് കൂടി നേരത്തെ ഈ പിടിക്കപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കേസിന്റെ നടത്തിപ്പുണ്ടായിരുന്നതെങ്കിൽ, നിയമ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സോഴ്സിലേക്ക് കൂടി അന്വേഷണം വിശദമായി പോകുന്നത് ഈ ഓപ്പറേഷൻ തൂഫാന്റെ കൂടി ഒരു പ്രധാന ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. ഈ 3 തവണ കടത്തിയെന്ന് പറയുമ്പോൾ അത് ഈ സമീപകാലത്താണോ? രതീഷ, ഈ മാസം തന്നെയാണ് 3 തവണയായി കഞ്ചാവ് തായ്ലാൻഡിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ വലിയൊരു ഓപ്പറേഷനാണ് ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ പിടിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ കൂടുതലായി ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഹൈബ്രിഡ് കഞ്ചാവുകളൊക്കെ കടത്തിക്കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് പല കേസുകളും നേരത്തെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ തന്നെ ഈ സോഴ്സിലേക്കുള്ള അന്വേഷണത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കസ്റ്റംസ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. കാരണം അവർക്ക് പോലീസിനെ പോലെ വിപുലമായ സംവിധാനങ്ങളില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് പോലീസ് എടുത്തിരിക്കുന്ന ഒരു കേസ്, പോലീസിന്റെ എല്ലാ നെറ്റ്വർക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത് കൊണ്ട് പോലീസ് വളരെ സജീവമായി ഈ കാര്യത്തിൽ ഇടപെടുന്നു. കൂടുതൽ പ്രതികളിലേക്ക് പോകുന്നു, അതിന്റെ നെറ്റ്വർക്കുകളിലേക്ക് പോകുന്നു, അതിന്റെ എല്ലാ കണ്ണുകളിലേക്കും അന്വേഷണം വ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിപുലമായ അന്വേഷണത്തിലേക്ക്, ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നു എന്ന് വളരെ പ്രധാനമാണ്. വിമാനത്താവളത്തിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ പുറത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതിന് എന്ന കാര്യത്തിലുൾപ്പെടെ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.